السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين. اما بعد، فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട ഹാജിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ മക്കയിലാണ് നമ്മളുള്ളത്. ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു കാര്യത്തെയും അതിനെ ഏറ്റവും ഗൗരവതരമായി സമീപിക്കുമ്പോഴാണ് ആ വിഷയത്തെ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യമാവുകയുള്ളൂ. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവരും, എല്ലാവരും എന്ന് പറഞ്ഞാൽ അതിൽ ഭൂരിപക്ഷം ആളുകളും 40 വയസ്സ് കടന്ന ആളുകളാണ്. 40 വയസ്സ് കടന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിന്റെ മുക്കാഭാഗവും കഴിഞ്ഞ ആളുകളെന്നാണ്. കാരണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മൾക്ക് നൽകിയ ഒരു നിർദ്ദേശം, എൻ്റെ ഉമ്മത്തിന്റെ പ്രായം 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇല 70. എൻ്റെ ഉമ്മത്തിന്റെ പ്രായം 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. അത് കടന്നു പോകുന്ന ആളുകൾ വളരെ വിരളമാണ്. ഒരുപക്ഷെ എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും, ഏകദേശം കുറഞ്ഞ ആളുകൾ ഒഴിച്ചാല് ബാക്കി എല്ലാവർക്കും 40 കടന്ന ആളുകളാണ്. 50-ഉം 60-ലേക്കും ഒക്കെ എത്തി നിൽക്കുന്ന ആളുകളും ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടുന്ന സുപ്രധാനമായ വിഷയം, നമ്മുടെ ജീവിതത്തിലെ ഒരുപക്ഷെ അവസാനത്തെ ഒരു യാത്രയായിരിക്കാം ഇത്. അടുത്തൊരു യാത്ര ഇതുപോലെ വരും എന്നൊന്നും പ്രതീക്ഷിക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. സാധാരണഗതിയിൽ ഒരു ചോദ്യം, നമ്മൾ സാധാരണ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്: പച്ചിലയാണോ വീഴുക, പഴുത്ത ഇലയാണോ ആദ്യം വീഴുക? ഏതായിരിക്കും ആദ്യം വീഴുക? ഏതാണ് ആദ്യം വീഴുക? പഴുത്ത ഇലയായിരിക്കും ആദ്യം വീഴുക. പച്ചില വീഴണമെങ്കിൽ ആകസ്മികമായി എന്തെങ്കിലും ഒന്ന് സംഭവിക്കണം, അപ്പോഴാണത് പച്ചില വീഴുക. പഴുത്തയില എന്ന് പറഞ്ഞ സ്വാഭാവികമായും അതെന്ത് ചെയ്യും?
അല്പം കഴിഞ്ഞാൽ കൊഴിഞ്ഞു വീഴും. ഏകദേശം ആ ഒരു മുസ്ഫറൻ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നമ്മളുള്ളത്, അല്ലേ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇഅ്ലമു, നിങ്ങൾ അറിയണം, ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹുവുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما. പരിശുദ്ധ ഖുർആന്റെ ഒരു പ്രയോഗമാണത്. മനുഷ്യ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇഅ്ലമു, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതം എന്ന് പറയുന്നത്, മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്, ലഇബുൻ വലഹുവുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. 5 ഘട്ടങ്ങളാണ്, 5 ഭാഗങ്ങളാണ്. ലഇബാൻ, കളിയാണ്. ലഹുവ്, വിനോദമാണ്. വതഫാഖുറുൻ ബൈനക്കും, വസീനത്തുൻ, അലങ്കാരമാണ്. വതഫാഖുറുൻ ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള ദുരഭിമാനം നടിക്കലാണ്. എനിക്കതുണ്ട്, എനിക്കിതുണ്ട്, അങ്ങനെയാണ്. വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിലും സന്താനത്തിലുമുള്ള ധാരാളിത്തം, പെരുപ്പം കാണിക്കൽ. ഖലാസ്, ഇത്രേ ഉള്ളൂ. ഇതാണ് മനുഷ്യന്റെ വിവിധ ഘട്ടങ്ങൾ. അങ്ങനെയാണ്. എന്നിട്ട് അള്ളാഹു ഉപമിച്ചൊരു ഉപമയുണ്ട്. ഞാൻ എന്റെ വിഷയത്തിന്റെ ആമുഖം പറയാൻ ഒരു ഉപമയുണ്ട്. കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതു ثم يهيج فتراه مصفرا ثم يكون حطاما. അള്ളാഹു പറയാൻ, കമസലി ഗൈസിൻ, ഒരു മഴ പോലെയാണ്. അഅജബൽ കുഫാറ നബാതുഹു, കർഷകനെ, അവന്റെ ചെടികൾ, അവന്റെ കൃഷി അവനെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ കൃഷിയിടത്തിലെ അവന്റെ വിത്തുകൾ മുളച്ച് അതിങ്ങനെ നല്ല പച്ച വർണ്ണത്തിൽ, ഇങ്ങനെ കരുത്തുറ്റ രൂപത്തിൽ അതിങ്ങനെ വളർന്നു വരുന്നത് കാണുമ്പോൾ വല്ലാത്ത കൗതുകമാണ്, വല്ലാത്തൊരു കൗതുകമാണ് നമുക്ക്. അത് മനുഷ്യന്റെ മനസ്സിന് വല്ലതും ഉണ്ടാക്കുന്ന കൗതുകവും ആനന്ദവും ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് നിമിഷ നേരമല്ലോ കേട്ടോ. അഅജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജ്, പിന്നതിന്റെ നീര് വറ്റും. ആ പച്ച ചൊടിയുള്ള ചെടികളുടെ നീര് വറ്റും. ഫതറാഹു മുസ്ഫറൻ, അപ്പൊ നിനക്കത് മഞ്ഞവർണ്ണം പൂണ്ടതായി കാണാം. പച്ച മാറി മഞ്ഞവർണ്ണത്തിലേക്ക് എത്തും. സുമ്മ യകൂനു ഹുതാമൻ, പിന്നെ അത് വൈക്കോലായി മാറും. ഇനി നിങ്ങൾ പറയും, നമ്മൾ ഈ പറഞ്ഞ കർഷകനെ അത്ഭുതപ്പെടുത്തുന്ന ചൊടിയിലാണോ, അതല്ല മഞ്ഞവർണ്ണം പൂണ്ട അവസ്ഥയിലാണോ, അതല്ല വൈക്കോലാണോ? പറയും. അതെ അല്ലേ? നമ്മളെല്ലാവരും ഏകദേശം, ഞാൻ പറയാം, ഇവിടെ ഈ ചെക്കന്മാർ 2 ചെക്കന്മാരെ വെച്ചാല്, ഇതൊക്കെ 2-3 ചെക്കന്മാര് ഒക്കെ ഉണ്ടാവും. അവർ വെച്ചാല് ബാക്കിയൊക്കെ എന്തായിരിക്കും? നമ്മളൊക്കെ ഏകദേശം മുസ്ഫറാണ്, സത്യം പറയാൻ, അല്ലേ? ഒരു മഞ്ഞ വർണ്ണം പൂണ്ട, അതായത് റസൂൽ ഖുർആൻ പറഞ്ഞ അവസാനത്തെ സ്റ്റേജിന് തൊട്ട് മുമ്പാണ് നമ്മളുള്ളത് എന്ന് പറയാം. ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെയെങ്കിൽ ഇനി നമ്മളുടെ മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഖുർആനിന്റെ ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം തങ്ങൾക്ക് കിട്ടിയ സന്ദർഭം ഉപയോഗപ്പെടുത്താത്തതിന്റെ പേരിൽ അങ്ങേയറ്റം നിരാശയോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ സങ്കടം പറയുന്ന ചില സങ്കട കാഴ്ചകളുണ്ട്. ഞാനതിന് ആമുഖം പറഞ്ഞത്, ഏറ്റവും പരിശുദ്ധമായ ഈ മണ്ണിൽ വന്ന് നിന്നിട്ട് നമ്മൾക്ക് കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റി, ഈ അവസരം, ഈ സന്ദർഭം, അത് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഖേദപ്രകടനം വരാനിരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. 1-ാമത്തെ വാചകം പരിശുദ്ധ ഖുർആൻ, നമുക്ക് അറിയുന്ന സൂറത്തുൽ ഫജ്റിലെ ആയത്ത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയാം, വജീഅ യൗമഇദിൻ ബിജഹന്നം
يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي. അല്ലാഹുവിന്റെ ഖുർആൻ. വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്ന് നരകം കൊണ്ടുവരപ്പെടും. അന്ന് നരകം അവരുടെ ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടും. ആ സന്ദർഭത്തിൽ യൗമഇദി യതദക്കറുൽ ഇൻസാൻ, ആ സന്ദർഭത്തിൽ മനുഷ്യനൊരു ഓർമ്മ വരാനുണ്ട്. മനുഷ്യന്റെ മനസ്സിലേക്ക് ഇന്നലകളിൽ കഴിഞ്ഞു പോയതെല്ലാം അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ഘട്ടമുണ്ട്. ആ ഒരു ചിന്ത കൊണ്ട് എന്ത് കാര്യം? അന്നവൻ അവന്റെ മനസ്സിലേക്ക് കഴിഞ്ഞു പോയതെല്ലാം ഓർമ്മ വന്നിട്ട് എന്ത് കാര്യമാണുള്ളത് എന്ന് ഖുർആൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നാളെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ നിനക്കും നിന്റെ റബ്ബിനും ഇടയിൽ തുർജുമാനില്ലാതെ, ലൈസ ബൈനഹു വബൈനഹു തുർജുമാനുൻ, അവനും അള്ളാഹുവിനും ഇടയിൽ ഒരു പരിഭാഷകനുമില്ല. നേർക്ക് നേരെ റബ്ബിന്റെ മുന്നിൽ തന്റെ കാര്യങ്ങൾ റബ്ബ് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ അവനതാ അവന്റെ വലതുഭാഗത്തേക്ക് പെട്ടെന്ന് നോക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അവിടെ അവൻ മുമ്പ് ചെയ്തു വെച്ചതല്ലാത്തതൊന്നും കാണില്ല. ബേജാറോടെ ഇടതുഭാഗത്തേക്ക് അവൻ നോക്കും, അവിടെയും അവൻ ചെയ്തു വെച്ചതല്ലാത്തതൊന്നും കാണില്ല. അപ്പോഴവൻ മുന്നിലേക്ക് നോക്കും. അവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ കാണുന്നത് കത്തിജ്വലിക്കുന്ന നരകമാണ്. ആ നരകത്തെ കണ്ട് ഭയം നന്താളിച്ചു നിൽക്കും ആ മനുഷ്യൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത്തഖുന്നാർ ഫത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കച്ചുളയുടെ കീറ് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇത് നാളെ നടക്കാൻ പോകുന്ന സംഭവം. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നരകം കൊണ്ടുവരപ്പെട്ടു. ആ സമയത്ത് നരകത്തിന്റെ ശക്തമായ തീപ്പാളലുകളുടെ മുന്നിൽ ബേജാറായി നിൽക്കുന്ന മനുഷ്യന്റെ ഉള്ളിലൂടെ ധാരാളം ചിന്തകൾ കടന്നു പോകും. ആ ചിന്തകൾ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇന്നലകളാണ്, അവന് കിട്ടിയ അവസരങ്ങളാണ്. ഒരുപക്ഷെ ചോദിക്കാം മനുഷ്യന്, അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത വാക്ക് പറയാം. മനുഷ്യൻ പറയുന്ന വാക്ക് എന്താണ്? യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. യഖൂലു, അവൻ പറയും, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എന്റെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് മുന്നൊരുക്കി വെച്ചിരുന്നെങ്കിൽ, ഞാനൊക്കെ എന്തെങ്കിലും ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവൻ പറഞ്ഞേക്കും. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പ്രയോഗം. അള്ളാഹു പറയാൻ നാളെ നടക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട ഹാജിമാരെ, ഇങ്ങനൊന്ന് പറയേണ്ടി വരുമോ? നമുക്ക് ഇങ്ങനൊന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകുമോ? ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ എൻ്റെ മനസ്സിൽ എന്നോട് പറയേണ്ടതാണ്, നാളെ റബ്ബിന്റെ മുന്നിലെത്തുമ്പോൾ ഞാൻ യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എനിക്ക് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഞാൻ പറയേണ്ടി വരുമോ എന്ന് ഞാൻ എന്നോട് ചോദിക്കണം. അങ്ങനെ പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയ ഏറ്റവും വലിയ പരാജയമാണ്. ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീന, ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീന, വ്യക്തമായ പരാജയം, വ്യക്തമായ നഷ്ടം എന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകമാണത്. എന്താണ്, നമുക്ക് അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ലേ? ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യനോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം. ഇവർ പറയുമല്ലോ, എന്ത്, എനിക്ക് അങ്ങനെ ഒന്ന് തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന് എല്ലാവരും ആലോചിക്കും. ഇപ്പൊ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സുകൾ എപ്പോഴും ആഗ്രഹിക്കണം എന്താണ്? ഒന്നും കൂടി ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒന്നും കൂടി ഇങ്ങോട്ടൊന്ന് വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നും വല്ലാതെ ആഗ്രഹിക്കും. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ഇവിടെ എത്തിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇത് കഴിഞ്ഞു കിട്ടി പോകണം എന്നാണോ? അല്ല, ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് പെട്ടെന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് പോകാമായിരുന്നു എന്നാണോ? അല്ല, പഠിച്ചോനെ ചുരുങ്ങി പോകാണ് ദിവസങ്ങൾ. 1, 2, 3, 4 ഇങ്ങനെ ചുരുങ്ങുമ്പോ ഓരോ ദിവസം കഴിയും തോറും അത്ര പെർഫെക്റ്റ് അല്ല എന്ന് തോന്നലുണ്ടാവുക. നമ്മൾ ചെയ്തില്ലല്ലോ, അത്ര ചെയ്തില്ലല്ലോ. സാധാരണ ഉംറക്ക് വരുന്ന ആളുകളോട് ഞാൻ കൊടുക്കുന്ന ഒരു ഷർത്തുണ്ട്, ഒരു നിബന്ധന ഉണ്ട്.
എന്നുവെച്ചാൽ 14 ദിവസത്തിൽ 12 ദിവസമാണ് കിട്ടുക. 12 ദിവസത്തിൽ ഒരു ഖത്മ് ഓതണമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഒരു ഖത്മ് പൂർത്തിയാക്കണം. കിട്ടാവുന്നിടത്തോളം ഓതാ, ഒരു ഖത്മ് പൂർത്തിയാക്കാം. അങ്ങനെ പൂർത്തിയാക്കാൻ കഴിയുന്ന ആളുകളുണ്ട്, പൂർത്തിയാക്കിയ ആളുകളും ഉണ്ട് കേട്ടോ. എൻ്റെ അനുഭവത്തിൽ കുറെ അധികം ആളുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതേസമയത്ത് ഇവിടെ 30 ദിവസത്തിൽ നമുക്കൊരു പാക്കേജ് കിട്ടി, 30 ദിവസം, അതിൽ 20 ബാക്കിയൊക്കെ ഇവിടെ 20 ദിവസം കിട്ടാം. 20 ദിവസത്തിൽ എത്ര ഖത്മ് ഓതാൻ പറ്റും, എത്ര ഓതാൻ പറ്റണം? ശരിക്കും 20 ദിവസത്തിലാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസത്തിൽ 2 ജുസ് ഓതുകയാണെങ്കിൽ 20 ദിവസം കൊണ്ട് എത്രയായി? ഒന്ന് രണ്ട് ചോദിയാൽ എത്ര കിട്ടും? ഒരു 40 അല്ലെ? 40 ജുസ് ഓതാനുള്ള സമയം നോർമലി നമുക്ക് കിട്ടും അല്ലെ? ഒരു നോർമൽ അത്രയും ഓതാൻ നമുക്ക് കഴിയും. ഇനി ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ, അങ്ങോട്ട് ചോദിക്കാൻ ഇങ്ങോട്ട് ചോദിക്കാനല്ല കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാന്ന് പറയും, നമ്മളോട് ചോദിക്കാന്നാണ്. എന്ത്, ഇത്രയും ദിവസമായപ്പോ എത്ര ഓതിയെന്ന്, ഇത്ര ദിവസമായപ്പോ എത്രയാണ് ഓതിയെന്ന് ഞാൻ എന്നോട് ചോദിക്കാം. അപ്പോഴാണ് നമ്മൾ നിൽക്കുന്ന സ്റ്റാൻഡ് എവിടെയാണെന്ന് ബോധ്യപ്പെടുക. അപ്പൊ ഈ വാചകം പറയേണ്ടി വരുമോ? എന്ത് ചെയ്യുക? എന്താണ് വാചകം? യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. നാളെ റബ്ബിന്റെ അടുത്തെത്തുന്ന സമയത്ത് പറയും, അള്ളാഹു ഒന്ന് മടക്കി തരുമോ? ഞാൻ ഒന്ന് പോയിട്ടൊന്ന് ക്ലിയർ ആയിട്ട് വരാം, ഒന്നും കൂടെ ഒന്ന് നന്നാക്കിയിട്ട് വരാം. അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് ഗൗരവമുള്ള ചോദ്യമാണ്. അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. അള്ളാഹുവിന്റെ ചോദ്യമാണ്. അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. കാര്യങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം, ഒരായുസ് നിങ്ങൾക്ക് തന്നില്ലയോ? കിട്ടിയില്ലേ? 40, 50, 60, 70 ഒക്കെ കിട്ടിയില്ലേ വയസ്സ്? പോരാ, വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പ് വരികയും ചെയ്തില്ലയോ? പലതരത്തിലുള്ള മുന്നറിയിപ്പ് നമ്മുടെ മുന്നിലൂടെ പോകുന്നുണ്ട് അല്ലെ? ശാരീരികമായ പ്രയാസങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള പലതരത്തിലുള്ള അവസ്ഥാന്തരങ്ങൾ നമ്മൾ കേൾക്കുന്നു. രോഗഗ്രസ്തരായി വീണു പോകുന്ന ചെറിയ ആളുകൾ. ഇന്നിപ്പോ ഹംസക്ക് പറഞ്ഞൊരു കാര്യം, ചെറിയ വയസ്സുള്ള ഒരാള് ക്യാൻസർ ആണ്, വലിയ പ്രയാസത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ എല്ലാവരും ദ്വാരക്കണം ഇൻഷാ അല്ലാഹ് അതിന്റെ കൂട്ടത്തിൽ. ചുരുങ്ങിയ പ്രായമുള്ളൂ. അപ്പൊ സ്വാഭാവികമായും നമുക്ക് വരുന്ന പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണുന്നുണ്ട്. പലതും നമ്മുടെ മുന്നിൽ, അതൊക്കെ നമുക്ക് നദീറാണ്, മുന്നറിയിപ്പാണ്, താക്കീതാണ്. ആ താക്കീത് നിങ്ങൾക്ക് തന്നില്ലയോ എന്ന് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതേ പടച്ചവനെ തന്നിരുന്നു, പക്ഷേ ഞാൻ അത്ര ഗൗരവത്തിൽ എടുത്തില്ല, ഞാൻ അത്ര ഗൗരവത്തിൽ അത് കണ്ടില്ല, പക്ഷെ എനിക്ക് അത്രത്തോളം അങ്ങ് പോയില്ല. അതുകൊണ്ട് ലഅല്ലി എനിക്ക് നീ തരികയാണെങ്കിൽ നന്നായിരുന്നത്, അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ വിട്ടുകളഞ്ഞ കുറെ കാര്യങ്ങൾ ചെയ്യാനായി എനിക്കൊരവസരം തന്നാൽ ഞാൻ ശരിയായിക്കൊള്ളാം എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന അവസരത്തെ ഏറ്റവും ഭംഗിയായി എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചാരിതാർത്ഥ്യം ഉണ്ടാവണം. പക്ഷെ സ്വീകരിക്കൽ റബ്ബിന്റെ തീരുമാനമാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയോടുകൂടി ചെയ്താൽ അള്ളാഹു എന്ത് ചെയ്യും? സ്വീകരിക്കുമെന്ന് റബ്ബ് നമ്മൾക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളതാണ്. അതിന് എത്ര പ്രവൃത്തി, ചെറിയ പ്രവൃത്തിയാണെങ്കിലും വലിയ പ്രവൃത്തിയാണെങ്കിലും അതിന് കൂടെ പ്രാർത്ഥിക്കണം സ്വീകരിക്കാനായി. നമ്മൾ ഓരോ ദിവസവും അവസാനിപ്പിക്കുമ്പോൾ ചെയ്യേണ്ട വർത്താനം അതാണ്. ഓരോ അമലിന് ശേഷം ചെയ്യേണ്ട പണി അതാണ്. നമ്മൾ ഹറമിന്റെ നമ്മൾ കഅബാലയത്തിന്റെ തൊട്ടടുത്തുള്ളത്. ആ കഅബാലയം അത്രയും ഉന്നതമായ രൂപത്തിൽ അതിനെ അസ്ഥിവാരമിട്ട് അതിനെ പണിത് 2 പേര്, ഇബ്രാഹിം നബിയും
ഇസ്മായിൽ നബിയും. രണ്ടുപേരും ചെയ്ത പണി ഏറ്റവും സൂപ്പർ പണിയാണ്. ലോകത്ത് അതിനേക്കാളും ഉന്നതമായ പണിയില്ല. അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞ ബറക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ ആ പ്രദേശത്തെ ഇത്രയും ഭംഗിയായി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്തു വെച്ച ഉന്നതമായ പണിയാണ്. അല്ലേ? ഇങ്ങോട്ടോ അല്ലേ? അപ്പൊ അതിന് പ്രതിഫലം കിട്ടൂലേ? കിട്ടൂല്ലേ? എന്തെങ്കിലും ഉണ്ടാത്ത കിട്ടുന്ന ഉറപ്പല്ലേ? പക്ഷെ അങ്ങനെ ഉറപ്പാണ് എന്നിട്ടും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. നാഥ, നീ കേൾക്കുന്നവനും അറിയും. വല്ലാത്തൊരു വർത്താനായിട്ടത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ. പരിശുദ്ധ ഖുർആനിൽ ഏതൊരു വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിശേഷണം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പറയപ്പെട്ട വിഷയവുമായി ഈ വിശേഷണത്തിന് വലിയ ബന്ധം ഉണ്ടാവും. ഇവിടെ ഇബ്രാഹിം നബി പറയാൻ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ, ഞങ്ങൾ സ്വീകരിക്കണേ റബ്ബേ, ഇന്നക അന്തസ് സമീഉ അൽ അലീം. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? എന്താ? നീ കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനാണ് നമ്മൾ അർത്ഥം വെക്കുക അല്ലേ? എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ ചെയ്ത അമൽ, ആ അമൽ എല്ലാവരും കാണും ഇല്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്ന അമലാണ്. പക്ഷെ അതല്ല, ആ അമല് ഞാൻ ചെയ്യുമ്പോൾ എന്റെ കൽബ് കൃത്യമായി കാണാൻ അള്ളാഹുവേ നിനക്കറിയും, നീ അറിയുന്നവനാണ്. എന്റെ കൽബ് എന്താണെന്ന് നിനക്കറിയാം. എന്റെ മനസ്സിന്റെ തേട്ടവും എന്റെ പ്രത്യേകതയും നിനക്കറിയാം. അത് നീ കേൾക്കുന്നവനുമാണ്. വേറെ ആർക്കും കേൾക്കാൻ കഴിയില്ല, വേറെ ആർക്കും അറിയാൻ കഴിയില്ല. അത് നിനക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അതിൻ്റെ ഉള്ളിൽ അടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. ഇതാണ് നമ്മൾ ദ്വാരക്കുമ്പോ ഏതൊരു കർമ്മം കഴിഞ്ഞാലും അവസാനം പറയേണ്ട വർത്താനതാണ് റബ്ബനാ തഖബ്ബൽ, സ്വീകരിക്കണേ അല്ലാ. ചെയ്തിട്ടുണ്ട് ഞാൻ. നിസ്കാരം കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്യുന്ന പണി എന്താ? നിസ്കാരം ചെയ്ത ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ? അസ്തഗ്ഫിറുല്ലാ അല്ലേ? എന്താണ് ഈ അസ്തഗ്ഫിറുല്ലാ പറയണത്? നേരത്തെ ചെയ്ത പണി തെറ്റായിരുന്നു? തെറ്റാണോ? അല്ല, ശരിക്കും അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നതിന് ഒരു എഫക്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ആരും എന്ത് ചെയ്യില്ല, അത്രയും ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടല്ല അസ്തഗ്ഫിറുല്ലാ പറയണത്. കാര്യം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അങ്ങനെ പറഞ്ഞു തീർക്കണം എന്നാണ്. അല്ലല്ല, അതിനൊരു വലിയ ആശയമുണ്ട്. എന്താണ്? റബ്ബേ, നീ എന്നോട് നിസ്കരിക്കാൻ പറഞ്ഞു. നിന്റെ ഹബീബ് നിസ്കരിച്ച് കാണിച്ചു എന്നതുപോലെ നിസ്കരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാത്ത എന്റെ കൽബിന്റെ വറഅ് നിനക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ ചെയ്തു വെച്ച പ്രവർത്തനത്തിൽ നീ ഉദ്ദേശിച്ചതുപോലെ ആയിട്ടില്ലെങ്കിൽ അതിന് നീ എന്നെ പിടിച്ചു ശിക്ഷിക്കല്ല റബ്ബേ, എനിക്ക് മാപ്പാക്കി തരണം, എനിക്ക് വിട്ടുതരണം എന്ന കൽബിലൂടെ ഉള്ള വർത്താനാണേത്? എന്ത്? അസ്തഗ്ഫിറുല്ലാഹ്. ആ മൂന്നെണ്ണം അങ്ങോട്ട് പറയുമ്പോഴാണ് ശരിക്ക് നമ്മുടെ അമലിനെ ഒരു സമ്പൂർണത നമുക്ക് വരിക. ചെയ്തു, അതിൽ വല്ല പാകപ്പഴം വന്നിന്റെ റബ്ബിനോട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പൊറുക്കലിനെയും തേടിക്കഴിഞ്ഞിരിക്കുന്നു. അത്രയും ഹൃദയസ്പർശിയായി അമലിനെ കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാചകത്തിലൂടെയൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒന്ന് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ഈ രൂപത്തിലാകുന്നില്ലെങ്കിൽ, നാളെ റബ്ബിന്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എന്ത് പറയേണ്ടി വരും? യാ ലൈതനി ഖദ്ദംതു ലിഹയാതി എന്ന് പറയേണ്ടി വരും. ഒന്ന്. ഇനി രണ്ടാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, ഇവിടെ നമുക്ക് വലിയ തരത്തിലുള്ള പല രൂപത്തിലുള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ നമ്മളേതായിട്ടുള്ള പല രൂപത്തിലുള്ള ആളുകളുമായിട്ട് ബന്ധം. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളെല്ലാവരും എന്തിട്ടുണ്ട്? പരസ്പരം ബന്ധം, പലരുമായിട്ടും ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ബന്ധങ്ങളൊന്നും തന്നെ നമ്മളുടെ സുഹൃതങ്ങളെ ബാധിക്കുന്നതാവരുത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ഞാനും ഇദ്ദേഹവുമായുള്ള ആ ബന്ധം ഇപ്പൊ ഉണ്ടായ ബന്ധമാണ്. നമ്മളിപ്പോ അടുത്ത ബന്ധം നല്ല ക്ലോസ് ആയി അല്ലേ? പക്ഷെ അതൊരിക്കലും എന്റെ സുഹൃതത്തെ ബാധിക്കരുത്. മനസ്സിലായോ? നൗഷാദ് പറഞ്ഞു അപ്പൊ നമുക്ക് നേരത്തെ ആറമ്പിലേക്ക് പോകണ്ട, ഒരു കാര്യം ഒരു മണിക്കൂറൂടെ കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് പോവാം.
എന്റെ മനസ്സിൽ വലിയ ആഗ്രഹമുണ്ട് ഇപ്പൊ പോണോന്ന്. പക്ഷെ ഞാൻ ഏറ്റവും അടുത്ത് ബന്ധം സ്ഥാപിച്ച ആളെന്ത് പറഞ്ഞു? ആ, 1 മണിക്കൂറൂടെ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കും, കുറച്ച് ഇവിടെ ഇരിക്കുന്ന പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ഒരു ബന്ധം കാരണം ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവിടെ ഇരിക്കും. അപ്പൊ എനിക്ക് നഷ്ടം പറയിൻ 2 മണിക്കൂർ. ആ നഷ്ടം എങ്ങനെ സംഭവിച്ചു? എന്ത് സംഭവിച്ചു? ആവശ്യമില്ലാത്തൊരു ബന്ധം ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടുണ്ടായ ഗുണമാണത്. ഞാൻ പറയാം, നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ, ഞാൻ അതിന്റെ അസലിൽ നിന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടാണ്. അവിടെയാണ് ആഖിറത്തിന്റെ വിഷയത്തിൽ അപ്പനയാണ്. അവിടെ സ്വാർത്ഥംബരികളാണ് നമ്മൾ, സെൽഫിഷുകളാണ് നമ്മൾ. ഏതിൽ? ആഖിറത്തിന്റെ വിഷയത്തിൽ. അടുത്ത സമയമാവട്ടെ എന്ന് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണത്. നാളെ ആവട്ടെ, അടുത്ത സമയത്താവട്ടെ എന്ന് പറയാൻ പാടില്ലാത്ത സന്ദർഭമാണ് ഇതിനെക്കുറിച്ച്, ആഖിറത്തിനെ കുറിച്ച്. ദുനിയാവിനെ കുറിച്ചാണെങ്കിൽ എന്ത് ചെയ്യാ? ചില നമുക്ക് ഭക്ഷണം കഴിക്കല്ലേ എന്ന് വെച്ച്, അത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല. ഇനി അത് തിന്നില്ല എന്ന് വെച്ചിട്ട് മരിച്ചൊന്നും പോകില്ലല്ലോ. മരിച്ചു പോവാ? മരിച്ചൊന്നും പോകില്ല. തിന്നില്ല എന്ന് വെച്ചിട്ട് മരിച്ചൊന്നും പോകില്ല. അതേ സമയത്ത് നമുക്കൊരു ക്ലാസ് ഉണ്ട്, നമുക്ക് ക്ലാസ്സിലിരിക്കാം. അതിന് സമയം ബാക്കിയില്ല, ഇവിടെ ഇരിക്കണം. എന്താ കാര്യം? ഇരിക്കണം. ഓരോ സെക്കൻഡും ആഖിറത്തിലേക്കുള്ള പണി. കാരണം മലക്കൾ ഇങ്ങനെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? അത്രയും പുണ്യമായ കാര്യം. ഹറമിലേക്ക് പോകണം, അപ്പൊ വിളിച്ചു, അപ്പൊ തന്നെ ഇറങ്ങാൻ. ഇല്ലേ, നിങ്ങൾ പൊയ്ക്കോളി, ഞാൻ പിന്നെ വന്നോളാം. നിങ്ങളുടെ നന്മ എന്നെ കൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല, നിങ്ങൾ പൊയ്ക്കോളി. നിങ്ങൾ പോകുന്നില്ല, എന്നാ പിന്നെ ഞാനും ഇവിടെ ഇരിക്കും. അങ്ങനെ ഇരിക്കാൻ പാടില്ല. അതിൽ ഞാൻ സെൽഫിഷാണ്. മനസ്സിലായോ? ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതാണ് എന്റെ പോയിന്റ്. അങ്ങനെ നിങ്ങൾ മറ്റൊരു ബന്ധത്തിലേക്ക് പോയി ആ ബന്ധം കാരണം നമ്മുടെ നന്മകൾ നഷ്ടമായാൽ നമുക്കെന്താണ് സംഭവിക്കാൻ പോകുന്നത്? അത് നമ്മൾ അറിയണ്ടേ? അത് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, وَيَوْمَ يَعَضُّ الظَّالِمُ عَلَى يَدَيْهِ يَقُولُ يَا لَيْتَنِي اتَّخَذْتُ مَعَ الرَّسُولِ سَبِيلًا يَا وَيْلَتَى لَيْتَنِي لَمْ أَتَّخِذْ فُلَانًا خَلِيلًا وَيَوْمَ يَعَضُّ الظَّالِمُ عَلَى يَدَيْهِ അക്രമി വിരല് കടിക്കുന്ന ദിവസം. ആര്? അക്രമിയല്ലേ, ഞാനല്ലല്ലോ. അക്രമി വിരല് കടിക്കുന്നല്ലേ പറഞ്ഞ? ഞാനല്ലല്ലോ, ഞാൻ മുഅ്മിനല്ലേ. ഞാൻ എങ്ങനെ ളാലിമാവുക? ഇനി എന്റെ ചോദ്യം, എന്താണ് ഈ ളുൽമ് എന്ന് പറഞ്ഞാൽ? അക്രമം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഈ അക്രമം എന്ന് പറഞ്ഞാൽ? ളുൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, കറക്റ്റ്. അതാണ്. ക്രമമല്ലാത്തതെല്ലാം അക്രമമാണ്. ക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യത്തിന് നിശ്ചയിക്കപ്പെട്ട ക്രമം, ആ ക്രമത്തിന് വിരുദ്ധം പ്രവർത്തിച്ചാൽ എന്തായി? അക്രമമായി. ഞാൻ ഉദാഹരണം പറഞ്ഞ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് അള്ളാഹുവിന്റെ കിതാബാണ്, പരിശുദ്ധ ഖുർആൻ. ഇത് അള്ളാഹുവിന്റെ കിതാബാണ്. ഇത് ബഹുമാനിക്കൽ നിർബന്ധമായ കിതാബാണ്. മനസ്സിലായോ? ഇത് എന്തല്ല, ഇത് അങ്ങനെ ബഹുമാനിക്കപ്പെടേണ്ട സാധനമല്ല, ആണോ? ഇതെനിക്ക് നേരെ താഴെ വെക്കാം, നിലത്ത് വെക്കാം, ആരും ഒന്നും ചോദിക്കൂല, ഒരു കുറ്റവും ഇല്ല. ഉണ്ടോ? ഇത് ഞാൻ വെക്കുന്നിടത്ത് ഇങ്ങനെ നിലത്ത് വെക്കാൻ പാടുണ്ടോ? പറയും. ഇങ്ങനെ വെറുതെ നിലത്ത് വെക്ക പറ്റോ? എന്തുകൊണ്ട്? അത് അക്രമമാണ്. അതിനെയാണ് ളുൽമ്, അക്രമം എന്ന് പറയാ. അതായത് വളുഉ ശൈഇ ഫീ ഗൈരി മഹല്ലിഹി എന്നാണ്. വളുഉ ശൈഇ ഫീ ഗൈരി മഹല്ലിഹി, ഒരു കാര്യം അതിന്റെ സ്ഥാനമല്ലാത്തയിടത്ത് വെക്കുന്നതിനെയാണ് എന്ത് പറയാ? അക്രമം എന്ന് പറയാ. ഒരു കാര്യം അതിന്റെ സ്ഥാനമല്ലാത്തയിടത്ത് വെക്കുക, ഇതിനെയാണ്
അക്രമം എന്ന് പറയാം. അക്രമം ചെയ്താൽ അയാൾ കുറ്റക്കാരനാണ്. അക്രമം ചെയ്താൽ ചെറുതാവട്ടെ വലുതാവട്ടെ അയാൾ ആരെങ്കിലും കുറ്റക്കാരനായിരിക്കും. ഇവിടെ അള്ളാഹു എന്താ പറഞ്ഞത്? ഇവിടെ ഒരു ക്രമമുണ്ട്. ആ ക്രമം എന്താ? പരലോകത്തിന് വേണ്ടിയിട്ടുള്ള ക്രമത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് കൽപ്പിച്ചു തന്നിട്ടുള്ളത്, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചു തന്നിട്ടുള്ളത്, ഏതൊരു കാര്യവും നീ നിനക്ക് വേണ്ടി, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യണം എന്നതാണ്. അതാണ് അതിന്റെ ക്രമം. അവിടെ ഞാൻ വേറൊരാൾക്ക് വേണ്ടി അത് മാറ്റിവെച്ചാൽ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിക്കുക എന്ന ളുൽമ് ചെയ്തവനായി. ഈ ളുൽമ് ചെയ്തവൻ നാളെ റബ്ബിന്റെ അടുത്ത് എത്തിയാൽ എന്ത് ചെയ്യും? ഈ ളുൽമിന്റെ പേരിൽ കൈകടിക്കും. ഖുർആൻ പറയാണ്, എന്നിട്ട് അവൻ എന്താ പറയാ? യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ. അല്ലാഹുവേ, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നബി പറഞ്ഞ പ്രകാരം പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മാത്രല്ല, യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഓ എന്റെ നാശം, എന്റെ നഷ്ടം, ഞാൻ അങ്ങനെ ആകാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എങ്ങനെ? ഇന്നയാളെ ഞാൻ എന്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞാൻ എന്തിനാ ഓളെ കൂടെ കൂട്ടിയത്? ഞാൻ എന്തിനാ ചങ്ങാനെ എന്റെ കൂടെ കൂട്ടിയത്? അതുകൊണ്ടല്ലേ എനിക്കത് പറ്റിയത്. ഞാൻ ഓനെ കൂടെ കൂട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ക്ലിയറായോ? ക്ലിയറായോ? അതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും തടസ്സപ്പെടരുത്. എന്തില്? ഖൈറാത്തുകൾ കൊണ്ടുവരുന്നതിൽ ഭർത്താവിന് ഭാര്യ തടസ്സമാവരുത്, ഭാര്യക്ക് ഭർത്താവ് തടസ്സമാവരുത്, വാപ്പക്ക് മക്കൾ തടസ്സമാവരുത്, മക്കൾക്ക് വാപ്പമാരും ഉമ്മമാരും തടസ്സമാവരുത്, പിന്നെ മക്കൾ നമുക്കും തടസ്സമാവരുത്. അങ്ങനെ വന്നാൽ എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. വെള്ളിയാഴ്ചകളിൽ കേൾക്കാറുള്ള ആയത്താണല്ലേ. ഏ വിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വല ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തുകളും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധയിലാക്കരുത്, നിങ്ങളെ ജോലിയാക്കരുത്. അങ്ങനെ വന്നാലോ, നിങ്ങളോ മനുഷ്യന്റെ ഏറ്റവും അധികം വലിയ ബന്ധമാണ് എന്ത്? മാതാപിതാക്കളും മക്കളും. അതുപോലെ അവന്റെ ഖിയാമാണെന്ത്? സമ്പത്ത്. ഇത് രണ്ടും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് അശ്രദ്ധമാക്കാം. അങ്ങനെ വന്നാൽ ഫഉലൈക, അപ്പോൾ അക്കൂട്ടർ, ഹും, അവർ തന്നെയാണ് പരാജയപ്പെട്ടവർ, അവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്രയും ഗൗരവത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം നമ്മളോട് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ പറഞ്ഞു, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. രണ്ടാമത്തെ നമ്മൾ പറയുന്നു, വിരല് കടിച്ചിട്ട് ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നയാളെ ചങ്ങാതിയാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്ന ഒരു ഗതികേട്, ഒരു പരിവേദനം നമുക്കുണ്ടാവരുത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക പത്നിമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ആര്? ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ഒരുപക്ഷെ ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം ആയിഷ ബീവിക്ക് ആ കുട്ടിത്വത്തിന്റെ എല്ലാ പ്രത്യേകതകളും ആയിഷ ബീവിക്കുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഇൻസാനുൽ കാമിലാണ്. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പരിപൂർണതയുടെ ഉദാഹരണമാണ് ആര്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് രാത്രിയിൽ നിസ്കരിക്കുന്നു. നമുക്ക് കഥയൊക്കെ അറിയാം, അതിലൊക്കെ ഒന്നും പോവില്ല നിസ്കരിക്കാൻ. ആയിഷ ബീവിയുടെ ചോദ്യമുണ്ട്, എന്താ നിങ്ങൾ സേഫ് അല്ലേ നബി, എന്തിനാ നിങ്ങൾ കഷ്ടപ്പെടുന്നത്? ക്ലിയർ, അത് സാധാരണ ചോദ്യമാണത്. എന്താ, നിങ്ങളുടെ പാപങ്ങളൊക്കെ അല്ല പുറത്തൊന്നല്ലേ, നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ നബിയെ, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്?
കാരണം രണ്ട് കാലിലും നീര് വരുന്നുണ്ട്, രാത്രി നിസ്കാരത്തിന് ദൈർഘ്യം കാരണം. ആയിഷ ബീബിന്റെ ചോദ്യമാണ്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടും? റസൂലിന്റെ മറുപടി എന്താ? അഫല അകൂനു അബ്ദൻ ശക്കൂറൻ. ആയിഷ, ഞാൻ ചെയ്യുന്ന അമൽ എത്രയോ ചെറുതാണ്. എന്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഓർക്കുകയാണെങ്കിൽ ഞാൻ അല്പമെങ്കിലും നന്ദി കാണിക്കണ്ടേ ആയിഷ? ഞാൻ എന്റെ റബ്ബിനോട് നന്ദി കാണിക്കണ്ടേ ആയിഷ? ഏറ്റവും പക്വതയാർന്ന വർത്തമാനം. മനസ്സിലായോ? സാധാരണ ഭാര്യമാരൊക്കെ പറയില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ഒന്നും പോണ്ട, ഇവിടെ ഇരുന്നാളി അല്ലെ? അത് ഓർക്ക് നമ്മളോടുള്ള റഹ്മത്തും റഫത്തും മവദ്ദത്തും ഒക്കെ കൊണ്ട് പറയണതാണ്. ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ടും പറയും, എന്നാച്ചു ചെയ്യണ്ട, അവിടെ ഇരുന്നോളി എന്ന് പറയും. പക്ഷെ അപ്പോഴും ആലോചിക്കേണ്ട വിഷയം എന്താ? അതിനപ്പുറത്ത് എനിക്ക് രക്ഷപ്പെടണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. അഫല അക്കൂനു അബ്ദൻ ശക്കൂർ. അത് ചോദ്യം വളരെ കൃത്യമാണ്. അത് വേണ്ടതല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. ഞാൻ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് എന്റെ സംസാരം എന്നിട്ട് അവസാനിപ്പിക്കും. ഇതെന്നെ കുറെ പറയാനുണ്ട് കേട്ടോ, പക്ഷെ അങ്ങനെ പറഞ്ഞു വഴിയില്ലാത്തതുകൊണ്ട് കൊണ്ട് നിർത്താണ്. പ്രവാചകന്റെ സ്വഹാബി വര്യന്മാരിൽ ഒരു സ്വഹാബി, അദ്ദേഹത്തിന് പ്രായം കുറെ അയക്കണം, പ്രായം കുറെ ഉണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ സന്ദർഭം, റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞു, അബൂബക്കറിന്റെ കാലം കഴിഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലം കഴിഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അധികം വയസ്സുമായിട്ടുണ്ട്, വളരെ പ്രായമായിട്ടുണ്ട്. ആ സമയത്ത് ഖലീഫ യുദ്ധത്തിന് വേണ്ടി തയ്യാറാവണം, കുറച്ച് ദൂരെ പോയിട്ട്, അഥവാ കടലിലൂടെ പോയിട്ട് യുദ്ധം ചെയ്യേണ്ടുന്ന സന്ദർഭം. എല്ലാം റെഡിയാവണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ 3 ആൺമക്കൾ അല്ലെങ്കിൽ 2 ആൺമക്കൾ, 2 രൂപത്തിലും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് ആൺമക്കളൊക്കെ റെഡിയായി പോയി, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി മക്കൾ പോയി റെഡിയാകുന്നു. അപ്പം വയസ്സായ വാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നിങ്ങൾ ആ യുദ്ധ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഒരു കിറ്റ് എനിക്കും വാങ്ങിക്കോളി, എനിക്ക് ഒരെണ്ണം വാങ്ങിക്കോളി. അപ്പൊ മക്കള് ഉപ്പാനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ വരുന്നത്? നിങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്ന അവനെ കൂടെ കണ്ടല്ലോ, ഇനിയിപ്പോ നിങ്ങൾക്ക് പ്രായമായില്ലേ, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞങ്ങളല്ലേ നിങ്ങളെ മക്കളായിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പോയിക്കോളാം. അപ്പോ ആ സഹാബി പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഒരുപക്ഷെ ഏത് പ്രായാധിക്യത്തിലും നമ്മളെ എടുത്ത് നമ്മളെ ഏറ്റവും അധികം അള്ളാഹുവിലേക്ക് അടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാക്ക്. ആ സഹാബിയുടെ മറുപടി എന്താ അറിയാം? എടാ, അള്ളാന്റെ റസൂലിന് ഖുർആൻ ഇറങ്ങുമ്പോൾ അത് ഓതി തന്നവരാണ്, ഓതി കേട്ടവരാ ഞങ്ങള്. അവിടെ അള്ളാന്റെ ഖുർആൻ ഒരു ആയത്തുണ്ട്, ഇൻഫിറൂ ഖിഫാഫൻ വതിഖാലൻ ഫീ സബീലില്ലാഹ്. നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ലഘുവായോ ഖനമായോ ഇറങ്ങിപ്പുറപ്പെടണം. ശ്രദ്ധിക്കണേ, ഇറങ്ങിപ്പുറപ്പെടണം. ഇത് അള്ളാന്റെ റസൂൽ ഞങ്ങൾക്ക് ഓതി തരുമ്പോ അവിടെ ഞങ്ങൾക്ക് പ്രായവ്യത്യാസം നബിതങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. അത് പ്രായം കുറഞ്ഞവനെന്നോ കൂടിയവനെന്നോ അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മര്യാദക്ക് പറയാണ് ഞാൻ, എനിക്കും കൂടെ വാങ്ങിക്കോളി. പിന്നെ വർത്താനില്ല കേട്ടാ. കാരണം എന്താ? ആയത്തോതി വിശദീകരണമാണ് കൊടുത്തത്, പിന്നെ വർത്താനില്ല, അവിടെ സ്റ്റോപ്പ്. മക്കള് വാങ്ങിക്കൊടുത്തു. യുദ്ധത്തിന് പോയി, കപ്പലിൽ പോവാണ്. സമുദ്രത്തിന്റെ നടുക്കു വളരെ വിശാലമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രായമേറെയുള്ള ആൾക്ക് ഒരു പക്ഷേ സ്വാഭാവികമായിട്ടുണ്ടാകും അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ അദ്ദേഹത്തിന് ശ്വാസോച്ഛ്വാസം പ്രയാസമായി. അവിടെ അവർ കുറെ പരിശ്രമിച്ചു നോക്കി. പക്ഷേ അവസാനം ആ സ്വഹാബി കപ്പലിൽ കിടന്ന് തന്നെ ഷഹീദായി എന്ന് ഞാൻ പറയാം. കാരണം അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ആളാണ്. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ വഴിക്ക് വെച്ചിട്ട് മരണം വന്നാൽ അല്ലാഹ് പ്രതിഫലം കിട്ടിയെന്ന. അങ്ങനെ അദ്ദേഹം അവിടെ മരിച്ചു. മക്കൾ കഫൻ ചെയ്തു. എവിടെ മറമാടും? ഒരു സ്ഥലവും കാണാനില്ല. ഒന്നിലധികം ദിവസങ്ങൾ ആ മയ്യത്തുമായി കപ്പൽ ഓടിയെന്നാണ്. അങ്ങനെയാണ് ഒരു ചെറിയ ദ്വീപ് കാണുന്നു. ആ ദ്വീപിൽ കപ്പലടുപ്പിച്ചു. വാപ്പാന്റെ മയ്യത്ത് അവിടെ മറമാടി അവർ തിരിച്ചു പോന്നു. എവിടെയാണതെന്നും ആർക്കും ഒരു പിടുത്തല്ല. പക്ഷെ ഞാനതിൽ നിന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താ അറിയുന്നത്? ഇവർ അള്ളാന്റെ റസൂലിന്റെ സഹാബികളാണ്.
ആ സ്വഹാബികളുടെ മനസ്സ് മുഴുവനും കൽബ് മുഴുവനും അള്ളാഹുമായുള്ള തലബ്ബുസിൽ ശക്തമായി നിന്നവരാണ്. അത്രയും ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഴുന്നെങ്കിൽ അള്ളാഹുവിന് വേണ്ടി വീഴുള്ളൂ, അള്ളാന്റെ അടുത്ത് പ്രതിഫലം കിട്ടുന്ന രൂപത്തിലെ എന്റെ മരണം സംഭവിക്കുന്നെങ്കിൽ അങ്ങനെ സംഭവിച്ചോട്ടെ എന്ന് തീർച്ചപ്പെടുത്തിയ ആളുകൾ. ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറെ വീഴ്ചകളൊക്കെ പറ്റിയിട്ടുണ്ടാവും, നമുക്ക് കുറെ അവസരങ്ങളും അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റാതെ വന്നിട്ടുണ്ടാകാം. പക്ഷെ ജീവിതത്തിൽ അതെല്ലാം തിരിച്ചു പറഞ്ഞ്, അതെല്ലാം ഏറ്റുപറഞ്ഞ്, എല്ലാം ക്ലിയർ ആക്കി ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഒരവസരത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തണം. ഓരോന്നിലും നമുക്ക് ചെയ്യാവുന്നിടത്തോളം മാക്സിമം ചെയ്യണം. അത് മത്സരം വേണം. എന്തിനു വേണം? ഇതിലല്ല. ഇജ്ജ് 2 തിന്ന്, ഇന്ന് ഞാൻ 3 തിന്നും. അതിലല്ല, അതില് വേണ്ട. അതില് വേണമെങ്കിൽ തിന്നാ മതി, നിർബന്ധമൊന്നുമില്ല. മത്സരം വേണ്ട. പക്ഷെ മത്സരം വേണം. ഏതില്? അവിടെ കിട്ടണം, അതിന് മത്സരിക്കണം. അവിടെയാണ് മത്സരം വേണ്ടത്. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഏറ്റവും ഭംഗിയായ രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തി ഖൈറാത്തുകൾ കിട്ടുന്ന, ചെറുതാണോ ആ ചെറുതിലാണെങ്കിലും എന്ത് ചെയ്യുക, ലഭിക്കുന്ന രൂപത്തിൽ മാറ്റിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. പക്ഷെ നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലുള്ള സഹായം എന്ത് വേണ്ട, അത് വേണ്ട. നമ്മുടെ നന്മ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ളത് അല്ല. പക്ഷെ അവിടെയും നമുക്ക് പ്രതിഫലം കിട്ടുമെങ്കിൽ ഏറ്റവും പ്രതിഫലാർഹമായ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, നിന്നൊടുക്കാം. ഒറ്റ വാക്ക് പറയാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, പ്രവാചകന്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുക എന്നുള്ളത് ചെറിയ പണിയൊന്നുമല്ലല്ലോ. വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമല്ലേ? ആണോ? അല്ലേ? ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാൻ എൻ്റെ സഹോദരന്റെ ആ ഒരു ആവശ്യവുമായി അവന്റെ കൂടെ പോവുക എന്നത് 1 മാസം എൻ്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം അതാണ്. എൻ്റെ പള്ളിയിൽ 1 മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ സഹോദരന് ഒരാവശ്യം നിർവഹിച്ചു കൊടുക്കാൻ അവന്റെ കൂടെ പോകലാണ് എന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി എപ്പോഴും നല്ലതാണ്. നോക്കുക, ജീവിതത്തില് ഈ ഭാഗത്തെ നമ്മൾ അത്രയും കണ്ണു തുറന്ന് കൽബ് തുറന്ന് ഏറ്റെടുക്കേണ്ടതാണ്. അത്ഭുതകരമാണ്. അള്ളാഹുവിനോട് ചോദിച്ചാൽ കിട്ടുമെന്നതിൽ സംശയമില്ല. ഒരു പക്ഷെ അള്ളാഹു ഇവിടെ തന്നെ ഉടനടി തരാം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, നിങ്ങളുടെ കൽബിലൊക്കെ കുറെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാവരും ഉണ്ടാവും. ഞാൻ പറയണം, ആത്മാർത്ഥമായി പടച്ചവനോട് എങ്ങനെ ചോദിച്ചാൽ ഉറപ്പായിട്ടും തരും. ഞാൻ ഒരൊറ്റ സംഭവം പറഞ്ഞോട്ടെ, ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഞാൻ എൻ്റെ കൂടെ ഒരിക്കൽ ഇവിടെ വന്ന ഒരു സ്ത്രീ, ദൂരെങ്ങോല്ല, മലപ്പുറത്തുള്ള, ഇവിടുന്ന് ജിദ്ദ എയർപോർട്ട് ഇറങ്ങിയപ്പോഴാണ് ഭർത്താവ് എന്നോട് പറയണത്, മൗലവി ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എൻ്റെ ഭാര്യ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം അവരുടെ കിഡ്നി ഫുള്ള് പോയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവർക്ക് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. അപ്പം ഭാര്യ പറഞ്ഞ പോലെ മക്കത്ത് പോകാം, എന്നിട്ട് പടച്ചവനോട് ദ്വാരക്കാം, അവിടുന്ന് അള്ളാഹുവിനോട് പറയാം, അല്ല അവിടുന്നാണോ എന്നെ മരിപ്പിക്കണത്, ഞാൻ അവിടുന്ന് മരിച്ചോട്ടെ, എന്നാലും എനിക്ക് അങ്ങോട്ട് പോകണം, അതുകൊണ്ട് വന്നിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് ദ്വാരക്കണമെന്ന് ഇവരോടൊക്കെ ഒന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ വന്നു. ഉംറയുടെ സമയത്ത് എല്ലാവരോടും പറഞ്ഞു ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞു. അവരും ദ്വാരക്കണം. പക്ഷെ അവരെ കണ്ടാൽ ആരും പറയില്ല അവർക്ക് എന്തോ രോഗമുണ്ട്, നല്ല ആക്റ്റീവാണ്. ഡോക്ടർമാർ എല്ലാ ദിവസം എന്നോണൊന്നും വിളിക്കുന്നുണ്ട്, അങ്ങോട്ടും വിളിക്കും ഇങ്ങോട്ടും വിളിക്കും. അവർ ഓരോ ടൈമിലും ഒരവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവർക്ക് പനി വരാൻ പാടില്ല എന്നാണ്, പനി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ ഇവിടുന്ന് മദീനക്ക് പോകുമ്പോൾ ബസ്സിൽ വെച്ചിട്ട് ഇവർക്ക് പനിയായി. അപ്പൊ ഇവിടെ മൂപ്പരാക്ക് ബേജാറായപ്പോൾ തന്നെ വിളിച്ചു. അപ്പൊ പറഞ്ഞ് എന്തോ ഒരു ഗുളിക ഉണ്ട്, അത് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. മദീനത്തെത്തി. അന്ന് റൗളയിലൊക്കെ ഇന്നത്തെ പോലെ ഇതില്ലല്ലോ, ഇതല്ല ഇഷ്ടമുള്ള കയറാം. അങ്ങനെ ഞാൻ രാത്രി 11 മണിയായപ്പം സ്ത്രീകളെല്ലാവരെയും കൂട്ടി പിന്നെ റൗളയിലേക്ക് കയറുന്നിടത്തേക്ക് എത്തിച്ചു. ഒരു ഉമ്മ ഉണ്ട്, അവർക്ക് നടക്കാൻ വയ്യ, വീൽ ചെയറാണ്. അവിടം വരെ നമ്മൾ ഉന്തി കൊണ്ടുവന്ന് അകത്തോട്ട് കൊണ്ടുപോകണം.
അപ്പൊ ഇവർ പറഞ്ഞു ഞാൻ ഉന്തിക്കോളാം. അപ്പൊ നിങ്ങൾക്ക് പനിയല്ലേ, നിങ്ങൾ അല്ലെ ഞാൻ ഉന്തിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഉമ്മാനെയും കൊണ്ട് ഇവര് റൗദയിൽ പോയി തിരിച്ചു വന്നു. വീണ്ടും മക്കത്ത് വന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ ഇവർക്കൊരു പനിയും കൂടെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ഇറങ്ങിയാൽ അടുത്ത ടൈം നേരെ ഹോസ്പിറ്റലിലേക്കാണ്. അങ്ങനെ ഇവർക്കാണെങ്കിൽ ഈ ഒരു ശാരീരികമായ പ്രശ്നം കാണുന്നില്ല. എന്തായാലും എയർപോർട്ടിൽ ഇറങ്ങി നേരെ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടുന്ന് ചെക്ക് ചെയ്തപ്പോ അയാൾ എന്നെ വിളിക്കാണ്, ഹോസ്പിറ്റലിൽ നിന്നിട്ട് എന്നെ വിളിക്കണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് വല്ലാത്തൊരു അത്ഭുതം തന്നെ കേട്ടോ, പഠിച്ചൊന്ന് നമ്മളൊക്കെ ദ്വാ സ്വീകരിച്ചിരിക്കണു. ആ സ്ത്രീക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഒരു പോളം ഉണ്ട് അതിന്റെ പുറത്തുനിന്ന്, ഒരു ചെറിയ പോളം. ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ വല്ലാതായിപ്പോ. കാരണം അള്ളഹാനോട് ചോദിച്ചാൽ തരുമോ ഇല്ലെന്ന് സംശയിക്കണമല്ലേ നമ്മള്. പഠിച്ചവനോട് ചോദിച്ചാ പഠിച്ച എനിക്ക് തന്നില്ലല്ലോ, എനിക്ക് തന്നില്ലല്ലോ. എടാ നിനക്ക് തന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എത്ര തന്നെന്ന് എനിക്ക് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ലേ? എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറയാ, പക്ഷെ കിട്ടിയത് എത്രയാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു സ്ഥലമാണ്. ആ ഒരു ചിന്തയും ബോധവും ഒക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ആ രൂപത്തിലാവണം നമ്മുടെ കർമ്മങ്ങളെ ക്ലിയർ ആക്കാനും എന്ന് കൂടി ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഹജ്ജ് വളരെ ഭംഗിയായി ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശാരീരികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അള്ളാഹു പൂർണ്ണമായും സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കും ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നും ചോദിക്കണമെന്നില്ലല്ലോ? അതെ, ചോദിക്കണമെന്നില്ലല്ലോ. ഇല്ല, നമ്മൾ പിരിയല്ലേ? ശരി. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.